ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സിനമൺ റോൾസ് ആണ്. അപ്പോൾ ഈ ഒരു റോൾ ഇതുവരെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റോളാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ക്രീം ചീസിൻ്റെ ഒരു ഫ്രോസ്റ്റിങ്ങും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മധുരമൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ ഈ ഒരു റോളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ ഈ റോൾ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഇളം ചൂടുള്ള പാലാണ്. അപ്പോൾ പാല് 1 കപ്പ് പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 1/4 കപ്പ് ഓയിലും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവണ വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പാലെടുക്കുമ്പോൾ ഇളം ചൂടിലുള്ള പാൽ വേണം എടുക്കാനായിട്ട്. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതവിടെ മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 3 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന പാലിൻ്റെയും മുട്ടയുടെ ഒക്കെ മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു 3 കപ്പ് മൈദയിലേക്ക് ഈ ഒരു മിക്സ് കറക്റ്റാണ് അളവ്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതേപോലെ നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് സ്ട്രെച്ച് ചെയ്ത് കുഴക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ടൊന്ന് കുഴഞ്ഞ് വന്നാൽ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഒരു ബൗളിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡാക്കി കൊടുക്കാം. ഓയിൽ തേച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ 1 മണിക്കൂറൊക്കെ ഒന്ന് വെച്ചിരുന്നാൽ ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാകും. അപ്പോൾ ചൂടുള്ള സമയമാണെങ്കിൽ ഇത് വേഗം തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ തണുപ്പ് സമയമാണെങ്കിൽ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ എടുക്കും ഇതാവാനായിട്ട്. അപ്പോൾ ഇതൊന്ന് അടച്ച് വെക്കാം. ഇനി നമുക്കിതിലേക്കുള്ള മിക്സ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് ബ്രൗൺ ഷുഗറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ സിനമൺ പൗഡർ ഇട്ട് കൊടുക്കുക. അപ്പോൾ കറുകപ്പട്ട ഒന്ന് ചൂടാക്കിയിട്ട് മിക്സിയുടെ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ ബ്രൗൺ ഷുഗർ നമുക്ക് ഒരുവിധം എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇനിയിപ്പോൾ 1 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ എയറൊക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഈ മാവ് നമുക്കൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ബ്രൗൺ ഷുഗർ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സാധാ പഞ്ചസാര ചേർത്താൽ ഇതിന് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ബ്രൗൺ ഷുഗർ ഇട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു റോള് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഒരു കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നമുക്ക് ഇതേപോലെ കുറച്ച് മൈദ ഇട്ടിട്ട് നമുക്കിതൊന്ന് റെക്റ്റാങ്കിൾ ഷേപ്പിലാക്കിയിട്ട് ഒന്ന് പരത്തിയിട്ട് എടുക്കാം. അപ്പോൾ ഇനി ഇത് പരത്തിയെടുക്കുമ്പോൾ ഒരുപാട് കനം കുറച്ചിട്ട് പരത്തരുത്. ഒരു 1/4 ഇഞ്ച് കനത്തിൽ വേണം ഇത് പരത്താനായിട്ട്. അപ്പോൾ ഇതേപോലെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ, സ്ക്വയർ അല്ല, കുറച്ചും കൂടി നീളത്തിൽ ഒന്ന് പരത്തിയിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ അല്ലെങ്കിൽ പശു നെയ്യ് ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതെല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അപ്പോൾ ബട്ടർ നമ്മളൊന്ന് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് എടുത്താൽ മതി, അല്ലെങ്കിൽ ഒന്ന് മെൽറ്റാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ സിനമൺ പൗഡറിൻ്റെയും ബ്രൗൺ ഷുഗറിൻ്റെയും മിക്സ് നമുക്കിതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം നല്ലോണം തന്നെ നമുക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ 1 കപ്പ് ബ്രൗൺ ഷുഗർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മുഴുവനും തന്നെ ഈ ഒരു മാവിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഈവണായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു സൈഡിൽ നിന്നും ഇതൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം ചെറുതായിട്ടൊന്ന് റോളാക്കി കൊടുക്കുക. ഇനി പ്രസ് ചെയ്തിട്ട് നല്ല ലൂസായിട്ട് റോൾ ചെയ്യരുത്. ഇനി ഒന്ന് നന്നായി ടൈറ്റായിട്ട് ഇത് റോൾ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതേപോലെ ഒരു സൈഡിൽ നിന്നും റോൾ ചെയ്ത് എടുത്താൽ മതി. ഇനി ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ റോൾ ചെയ്ത് എടുത്തതിന് ശേഷം എൻഡിൽ വരുമ്പോൾ നമുക്ക് ഇതേപോലെ ഈ സൈഡിൽ നിന്നും ഇതേപോലെ മടക്കി കൊടുക്കുക. ഇങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും ഒന്ന് നന്നായിട്ടൊന്ന് ഷേപ്പാക്കിയിട്ട് എടുക്കുക. ഇനി ഇതേപോലെ ഒരു നൂല് എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ആദ്യമായിട്ട്. അപ്പോൾ കത്തി വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഷേപ്പ് അത്ര കിട്ടില്ല. അപ്പോൾ ഇതേപോലെ ഒരു നൂല് വെച്ചിട്ട് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് റോള് അതേപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റും. വളരെ എളുപ്പം ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു നൂല് വെച്ചിട്ട് ഇത്തിരി കട്ടിയുള്ള ഒരു നൂല് എടുത്താൽ മതി. ഇതേപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഒരു ട്രേയിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ റോള് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഒന്നുകൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ നമ്മളിതൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ 1/2 മണിക്കൂർ കൂടെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഈ മാവ് നല്ലോണം ഒന്നും കൂടെ പൊങ്ങി വന്നിട്ടുണ്ടാവും. അതിന് ശേഷമാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത്.
അപ്പോൾ ഇതേപോലെ തുണിയിട്ടിട്ട് ഒന്ന് 1 മണിക്കൂറോ അരമണിക്കൂറോ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റോള് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടൈറ്റായിട്ട് ഇരിക്കുന്നുണ്ടാവും ഇത്. ഇനി ഇത് ഓവനിൽ വെച്ചിട്ട് ഒരു 180 ഡിഗ്രിയിൽ 15 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇനി ഓവൻ ഇല്ലാത്തവർക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് കേക്ക് ബേക്ക് ചെയ്യുന്ന പോലെ നമ്മൾക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാനിവിടെ അമുലിൻ്റെ ക്രീം ചീസാണ് എടുത്തിട്ടുള്ളത്. അത് മുഴുവനോടെ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് 200 ml ക്രീം ചീസാണ്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് അമുലിൻ്റെ തന്നെ ഫ്രഷ് ക്രീമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഒരു ടിന്ന് ഫ്രഷ് ക്രീമും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത്. ഇതും കൂടി ചേർക്കുമ്പോഴാണ് നമുക്ക് ഈ സിനമൺ റോളിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുക. ഇനിയിപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല, വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അതല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതേപോലെ കലക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഫ്രോസ്റ്റിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓവണിൽ നിന്നും ഈ റോൾസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഇത് ബേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്രെഡൊക്കെ ബേക്ക് ചെയ്തെടുക്കുന്ന അതേപോലെ തന്നെയാണ്. അപ്പോൾ ഇതിൽ കറുകപ്പട്ടയുടെയും ബ്രൗൺ ഷുഗറിൻ്റെയും ഒക്കെ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു റോളിനുള്ളത്. അപ്പോൾ നമ്മളിനി റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്രീം ചീസിൻ്റെ ഫ്രോസ്റ്റിംഗ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഒരു റോള് നമ്മൾ ചൂടോടെ തന്നെ കഴിക്കുക, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇനി ഇത് ഇതുവരെ കഴിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാത്തവർ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അത് നിങ്ങൾക്ക് വേഗം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.